ന്യൂസ് ടെൻസിനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്, അങ്ങേയറ്റം ഗൗരവതരമായൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു ആലപ്പുഴ നഗരം എന്നതാണ്. എങ്ങനെയാണത്? മനോഹരമായ ബീച്ചും പരിസര പ്രദേശവും ആണ് കക്കൂസ് മാലിന്യവും പ്ലാസ്റ്റിക് വേസ്റ്റുകളും കൊണ്ട് നിറഞ്ഞിട്ടുള്ളത്. 2 മാസമായി ബീച്ചിൽ നടന്ന കോടികൾ ലാഭം കൊയ്ത സിയാൻ എന്ന കമ്പനിയുടെ വണ്ടർ ഫാൻസ് എന്ന പ്രദർശനത്തിന് ശേഷമാണ് ഈ ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന മാലിന്യ നിക്ഷേപം ബീച്ചിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ളത്. ആയിരക്കണക്കിന് ജനങ്ങൾ വന്നുപോകുന്ന ബീച്ചിൽ നിരവധി കക്കൂസ് ടാങ്കുകളും നിർമ്മിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് 5 മീറ്റർ പോലും അകലത്തിൽ അല്ല ഈ ടാങ്കുകൾ എന്നതാണ് ഏറ്റവും ഗൗരവതരം. പ്രദർശനത്തിന്റെ ഭാഗമായി ഇരുമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച ഉയരമുള്ള ഭിത്തികൾ മഴക്കാലം ആയതോടെ വൻ അപകട ഭീഷണിയാണ് ഒരുക്കുന്നത്. ചെറിയ കാറ്റിൽ കടയുടെ മേൽക്കൂര തകർന്ന് 19കാരി മരിച്ചിട്ട് മാസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളൂ. CRZ മേഖലയിൽ അതീവ സംരക്ഷിത ഇടമായ ഹൈറ്റൈറ്റ് ലൈനിൽ ആണ് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന നിർമ്മാണം മുഴുവൻ നടന്നിട്ടുള്ളത്. മേഖലയിൽ ഭൂഗർഭ ജലവകുപ്പിന്റെ അനുമതി കൂടാതെ കുഴൽക്കിണർ അടക്കം നിർമ്മിക്കുകയും ചെയ്തു. പ്രദർശനം അവസാനിച്ച് 15 ദിവസം പിന്നിടുമ്പോൾ ആലപ്പുഴ ബീച്ച് പ്ലാസ്റ്റിക് ഉൾപ്പെടെ വിവിധ മാലിന്യങ്ങളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ്. ലൈസൻസി പേരിന് മാത്രം ഉള്ള ആളാണ് എന്നും നഗരസഭയിലെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരുടെ ലോബിയാണ് അനധികൃത പ്രവർത്തനത്തിന് ഒത്താശ പാടിയത് എന്നും ആരോപണമുണ്ട്. കോടികൾ ആണ് ഈ ഇനത്തിൽ ഇവർ സമ്പാദിച്ചത് എന്നും കൗൺസിലിൽ തന്നെ ആരോപണം ഉയരുകയുമാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് ഇനി. മൺസൂൺ കാലം കടന്നു വരാൻ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വലിയ ഉയരത്തിലുള്ള ഭാഗം അത് കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് 2 മാസക്കാലമായി ആലപ്പുഴ ബീച്ചിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു പാർക്കിന്റെ അവശേഷിപ്പുകളാണ്. അതായത് താൽക്കാലികമായി നിർമ്മിച്ച ഒരു വാട്ടർഫോൾസും അതിനോടൊപ്പം തന്നെ ഒരു ഫ്ലവർ ഷോയും നടന്ന ഇടമാണ്. ഇത് കഴിഞ്ഞു പോയിട്ട് 15 ദിവസം പിന്നിടുന്നു. സിയാൻ എന്നൊരു കമ്പനിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിപ്പിനുണ്ടായിരുന്നത് എന്നുള്ളതാണ് നഗരസഭാ രേഖകൾ വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഈ 15 ദിവസത്തിന് ശേഷവും ഇത് ഇങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഈ ഭീമാകാരന്മാരായ ഈ ഭാഗം, അതായത് ആ കമ്പനി ഇത് അവസാനിപ്പിച്ച് പോകുന്ന ദിവസം തന്നെ അഴിച്ചു മാറ്റേണ്ട ഈ നിർമ്മിതികൾ അതുപോലെ തുടരുന്നു. മറ്റൊന്ന്, ആലപ്പുഴ ബീച്ച് അതിശക്തമായ കാറ്റുള്ള ഒരിടമാണ്. അതോടൊപ്പം തന്നെ മഴ കടന്നു വരാൻ പോകുന്നു. ആയിരക്കണക്കിന് സഞ്ചാരികൾ ദിവസേന വന്നു പോകുന്ന ഒരിടത്താണ് ഇത്തരത്തിലൊരു വലിയ നിർമ്മിതി നിൽക്കുന്നത്. ഗുരുതരമായ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. കാരണം കഴിഞ്ഞ വർഷം ഈ കടകളിൽ ഏതൊരു കട മറിഞ്ഞു വീണ ഒരു കുട്ടി മരിച്ചു. ഇത്രയും വലിയ കൂറ്റൻ നിർമ്മിതി കയറി നിന്നപ്പോൾ വീണതാണ്. അപ്പോൾ ഇതുപോലെ നിരവധി സഞ്ചാരികൾ, കുട്ടികളൊക്കെ വരുന്നുണ്ട്, ടീനേജ് കുട്ടികളൊക്കെ ഒരുപാട് വരുന്നത്. അപ്പോൾ ഈ ആംഗിളിൽ ഈ പൈപ്പിൽ മാത്രമാണ് ഇതിന് അടിയിൽ ഫൗണ്ടേഷൻ ഒന്നും ഇല്ലല്ലോ, പൈപ്പിൽ നിൽക്കും. അപ്പോൾ ഇത്രയും വലിയ നിർമ്മിതി നാളെ മുതലുണ്ടാകുന്ന, ഇപ്പം അടുത്ത 2 ദിവസങ്ങളിൽ മൺസൂൺ കാറ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ മൺസൂൺ കാറ്റിനെ പ്രതിരോധിക്കാനുള്ള ശക്തി എന്തായാലും ഈ നിർമ്മിതിക്കില്ല. ഇത് നമ്മൾ ഈ ടോയ്ലറ്റ് എന്നൊക്കെ പറയും, പക്ഷേ ഈ ടോയ്ലറ്റ് EMBO എന്നല്ല, ഇത് സിമെൻറ്റ് ടാങ്ക്. താഴെ വശത്ത് മൂടിയില്ലാത്ത സിമെൻറ്റ് ടാങ്ക് താത്തിയിട്ട് അതിനകത്ത് കക്കൂസ് മാലിന്യം മനുഷ്യ വിസർജ്യം ശേഖരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉപേക്ഷിച്ച് പോകും. ഇത് JCB കൊണ്ട് ഇടിച്ച് പൊളിച്ച് മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് പോകും. എല്ലാ വർഷവും ഇത് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. ഈ മണ്ണിലാണ് ഇവിടുത്തെ കൊച്ചു കുട്ടികളൊക്കെ വന്ന് മണ്ണ് വാരിയും എല്ലാം കളിക്കുന്ന ഈ മണ്ണിലാണ്. ആലപ്പുഴ ബീച്ചുമായി, അതായത് ആലപ്പുഴയിലെ കടൽ ഭാഗവുമായി, നമ്മൾ നിൽക്കുന്ന തീരത്താണ്, അതിനപ്പുറത്തേക്ക് മാറി തൊട്ടപ്പുറത്ത് കടലാണ്. അതായത് 5 മീറ്റർ വ്യത്യാസം മാത്രമാണുള്ളത്. അവിടെയാണ് ഇങ്ങനെ ഒരു ടോയ്ലറ്റ് സമുച്ചയം ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. ടോയ്ലറ്റ് സമുച്ചയം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഒരു തട്ടിക്കൂട്ട് സംവിധാനം. അതായത് അങ്ങേയറ്റം മാലിന്യ പ്രശ്നം ഉണ്ടാക്കുന്ന
ഒരു സംവിധാനമാണ്. ഇവിടെ വന്നുപോയ ആളുകളുടെ നിരക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു ഈ കാർണിവൽ കാണാനും ഈ പരിപാടികൾ പങ്കെടുക്കാനുമായി ദിവസം മുഴുവൻ ആലപ്പുഴ ബീച്ചിലുണ്ടായിരുന്നത്. അവിടെയാണ് ഇങ്ങനെ ഒരു ടോയ്ലറ്റ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ വയറുകൾ, അതായത് ഈ ഓസ് ഉപയോഗിച്ചിട്ട് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കടലിലേക്ക് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സാർ, അതായത് കടലിനോട് ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു നിർമ്മാണം നടക്കില്ല. ഇന്റർടൈഡൽ ഏരിയയിൽ യാതൊരു നിർമ്മാണവും പാടില്ല. ഇത് ഏറ്റവും സംരക്ഷിത സ്ഥലമാണ്. ഹയസ്റ്റ് ഹൈറ്റഡ് വേണ്ട, ഈവൻ സാധാരണഗതിയിൽ ഒരു ഹൈറ്റഡ് പോലും ഇത് മുഴുവൻ എക്സ്പോസ്ഡാണ്. ഇവിടെ ഒരിക്കലും ഒരു നിർമ്മാണവും പാടില്ലാത്തതാണ്, ഒരു പ്രവർത്തനവും പാടില്ലാത്തതാണ്. നിയമപരമായി നടപടി എടുക്കാനല്ലേ സാർ? ഈ സോയിൽ എങ്ങനെയാണ് ഇനി വൃത്തിയാക്കാൻ, മണ്ണ് എങ്ങനെ വൃത്തിയാക്കാൻ പറ്റും? സാൻഡിയാണ് എളുപ്പം. ഇതെല്ലാം പെർക്കൊലേറ്റ് ചെയ്ത് താഴോട്ട് പോകും, കടലിലോട്ട് പോകും. ഇവിടെ ഗ്രൗണ്ട് വാട്ടർ എടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് വാട്ടർ തന്നെ കണ്ടാമിനേഷന് ചാൻസ് ഉണ്ട്. എന്തായാലും കടലിനോട് തൊട്ടടുത്ത് ഇന്റർടൈഡൽ എന്ന് തന്നെ പറയേണ്ടത്, ഇത് ഹൈറ്റൈഡ് ലെവലിലാണ് അല്ലേ, വളരെ അടുത്ത്, ഒരു 5 മീറ്റർ പോലും ഇല്ല. ഈ ടോയ്ലറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല, ഇത് ഒരു പിറ്റ് ലാറ്റിനാണ്. അത് മാത്രമല്ല സാറേ, ഞാൻ ചോദിക്കുന്നത്, ഈ ഇവിടുന്ന് തന്നെ വെള്ളം ബോർവെൽ വഴി എടുക്കുകയാണ് കുഴിച്ച്, സ്വാഭാവികമായും ആ വെള്ളവും ഗ്രൗണ്ട് വാട്ടറും കണ്ടാമിനേഷൻ ഉണ്ടാകും. ഇന്നലെ പോയി അവർ കണ്ടിരുന്നു, സെക്രട്ടറിയും മുനിസിപ്പൽ എഞ്ചിനീയറുമായിട്ട് പോയി സൈറ്റ് നോക്കിയിരുന്നു. ഇന്നത്തെ കൗൺസിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നായിരുന്നു. അപ്പോൾ പോയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അടിയന്തരമായിട്ട് തന്നെ അത് നീക്കം ചെയ്യാനുള്ള നടപടിയെടുക്കാം. 2 മാസക്കാലം നടന്ന ഈ ഒരു സംഭവ വികാസങ്ങൾക്ക് മേൽ മറ്റു തുടർ നടപടികൾ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരം എന്ന് പറയുന്നത് പോർട്ടിൻ്റെതാണ്, പോർട്ടിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. പോർട്ട് ഇതിനകത്ത് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ കുഴിച്ചു മൂടിയപ്പെട്ട മാലിന്യത്തെ കുറിച്ച് അത് ഞങ്ങൾ എന്താണെന്ന് വിമർശിച്ചു. അതുമാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും അനുമതി, അതായത് സെപ്റ്റിക് മാലിന്യങ്ങൾ അവിടെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ടാങ്കുകൾ കുഴിക്കാനുള്ള, അത് എങ്ങനെയാണ് CRZ വരുന്ന സ്ഥലത്ത് ടൈൽസ് ഉൾപ്പെടെ പാകി അവർക്ക് അങ്ങനെ സെപ്പറേറ്റ് സ്ഥലം ഉണ്ടാക്കാൻ കഴിയുക? ഇത് ഈ കാര്യങ്ങളൊന്നും മുനിസിപ്പാലിറ്റി ആദ്യമായിട്ട് എടുത്തു വെച്ച സാധനമൊന്നുമല്ല. ഇത് വർഷങ്ങളായിട്ടൊരു സംവിധാനം ഇങ്ങനെ തുടർന്ന് പോകുന്ന ഒരു സാഹചര്യമാണ്. പോർട്ടാണ് ഇത് ചെയ്യുന്നത്. പോർട്ട് ചെയ്യുന്നു, പൊല്യൂഷന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുന്നത് അവസാനമാണ് മുനിസിപ്പാലിറ്റി വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഇത്തരം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ബോധ്യമുണ്ടോ? ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് അതല്ലേ ചെയർപേഴ്സൺ ഇപ്പൊ പറഞ്ഞത്, സെക്രട്ടറിയും ME അവിടെ പോയി പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയർപേഴ്സന്റെ മുന്നിൽ വരും. നിയമാനുസൃതമല്ലാത്ത ഓർഡറുകൾ വാങ്ങിക്കൊണ്ടാണ് ഈ കാർണിവൽ നടത്തുന്നത്. അതിന് എല്ലാ പല മേഖലകളിൽ നിന്നായിട്ടുള്ള പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന് CRZ കടുത്ത പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങൾ നേരിടുന്ന സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത് ഓരോന്നും. അത് മാത്രമല്ല, സംരക്ഷിക്കപ്പെടേണ്ട മേഖല കൂടിയാണ് തീരപ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ബീച്ചിനോട് കടലിനോട് ഇത്രയും ചേർന്ന പ്രദേശങ്ങൾ. ഇവിടെ എങ്ങനെയാണ് ഇത്ര മോശം നിർമ്മിതിക്ക് ഉള്ള അനുമതി ലഭിച്ചു എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. വരും ദിവസങ്ങളിൽ നമ്മൾ അത് തുടരും. തൊട്ടപ്പുറത്താണ് ബീച്ച് എന്നുള്ളത്, ഈ മറയ്ക്കപ്പുറം ബീച്ചാണ് എന്നുള്ളത് നമ്മൾ കാണുമ്പോഴാണ് ഇത്രയും ശോചനീയമായ സാഹചര്യത്തിലൂടെയാണ് ആലപ്പുഴ ബീച്ച് കടന്നു പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നത്. 4 തൊഴിലാളികൾ ഇപ്പോൾ നിൽപ്പുണ്ട്. ഈ കാണുന്ന 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്ക്, ഇവിടെ ഈ 4 തൊഴിലാളികൾ പേരിന് മാത്രം കാണിച്ച് 15 ദിവസക്കാലമായി മാലിന്യ കൂമ്പാരമായിട്ടാണ് ഇവിടം ഉപേക്ഷിച്ച് പോയിരിക്കുന്നത്. ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18. യെസ്, ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യമെങ്കിൽ ഈ മാലിന്യ പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ആലപ്പുഴ ബീച്ചിനോട് ചേർന്നുള്ള DTPC നടത്തുന്ന വാട്ടർ തീം പാർക്കിലെ കനാലിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തി. തിലോപ്പിയ മത്സ്യങ്ങൾ ആണ് കൂട്ടത്തോടെ ചത്തത്. News 18 വാർത്താ സംഘം വിവരം അറിയിച്ചതിനെ തുടർന്ന് അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പത്മകുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഖൊയ്നോ എന്നിവയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ശാസ്ത്ര ഗവേഷകർ കനാലിൽ നിന്നുള്ള മത്സ്യങ്ങളും ജലവും പരിശോധനയ്ക്കായി ശേഖരിച്ചു. വെള്ളത്തിൽ ജൈവമാലിന്യത്തിൻ്റെ അളവ് കൂടിയതിനാൽ ഏകകോശ പരാദജീവികളുടെ ആക്രമണം മൂലമാണ് ഈ മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നത് എന്നാണ് ഗവേഷണ കേന്ദ്രം അറിയിച്ചത്. വെള്ളവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കായുള്ള റൈഡുകൾ നടക്കുന്ന ഭാഗത്തെ മത്സ്യങ്ങൾ ആണ് ഈ നിലയിൽ ചത്തുപൊന്തിയത്. അടിയന്തര ശുചീകരണം നടത്താതെ ജലത്തിൽ കുട്ടികൾ സ്പർശിക്കുക പോലും ചെയ്യരുത് എന്നാണ് ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത്.
കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്ന് എന്നാണ് ആലപ്പുഴയെ വിശേഷിപ്പിച്ചിരുന്നത്. അത്രയധികം തീരമാണ് ആലപ്പുഴയ്ക്ക് ഉള്ളത്. ആ പഞ്ചാര മണൽ വിതറിയ ആ ബീച്ചിന് എന്ത് സംഭവിച്ചു? അതിരൂക്ഷമായ മാലിന്യ പ്രശ്നമാണ് ആലപ്പുഴ ബീച്ചും പരിസര പ്രദേശങ്ങളിലും ഉള്ളത്. നമ്മൾ ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ചിനോട് ചേർന്നിട്ട് ഉള്ള ഒരു കനാൽ ഭാഗത്താണ്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നിരവധി മത്സ്യങ്ങളാണ് ഇവിടെ ചത്ത് പൊന്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഈ കനാലിൽ കാണാം മത്സ്യങ്ങൾ ചത്ത് പൊന്തി, അതിരൂക്ഷമായ ദുർഗന്ധം കൂടി ഇവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സാഹചര്യം, അതായത് തൊട്ടപ്പുറത്ത് മണലിൽ മുഴുവൻ മാലിന്യമാണ്. ഇപ്പോൾ ഈ കായൽ ഭാഗത്ത് കനാൽ ഭാഗത്ത് കൂടി മത്സ്യങ്ങൾ ചത്തു വന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഇതിനൊരു ദുരിതം പേരേണ്ട അവസ്ഥ ആലപ്പുഴയ്ക്ക് വന്നു അല്ലേ? ഇവിടെ എന്ന് പറയുന്നത് ഈ ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. നൂറുകണക്കിന് കുട്ടികളുടെ ഒരു പാർക്കാണിത്. ഇവിടെ ഇതിൻ്റെ അകത്തൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ 1-2 ദിവസമായി ഈ മത്സ്യങ്ങൾ ഇങ്ങനെ ചത്തുപൊങ്ങുന്നു. കുട്ടികളാണ് ഇവിടെ ഈ നിങ്ങൾ കാണുക, ഈ ബോട്ടിങ് നടത്തുന്ന കുട്ടികളാണ്. അത് വളരെ ഗൗരവമാണ് ഇങ്ങനത്തെ ഒരു വിഷയം. കാരണം ഇതിൻ്റെ കളർ കണ്ട, ഈ വെള്ളത്തിൻ്റെ കളർ കണ്ട. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് ഈ ആലപ്പുഴ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ശാപം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്ഥലത്ത് കിഴക്ക് വശത്ത് ഈ മാലിന്യ കനാല്, തൊട്ട് പടിഞ്ഞാറ് വശം എന്ന് പറഞ്ഞാൽ മാലിന്യ കൂമ്പാരം കൊണ്ട് ആ മണ്ണിൻ്റെ കളർ പോലും മാറി, മണ്ണിൻ്റെ നിറം പോലും മാറിയ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ മോളി ജേക്കബും ഒപ്പം തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഫലും ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ മത്സ്യങ്ങൾ ചത്ത് പൊന്തിയ സ്ഥലത്താണ് ഇവരിപ്പോൾ പരിശോധനയ്ക്കായി എത്തിയത്. ഈ സാഹചര്യം കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? കണ്ടിട്ട് വല്ലാത്ത സ്മെല്ലുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു 2-3 ദിവസം ആയെന്ന് തോന്നുന്നു ഇത് ചത്ത് പൊങ്ങിയിട്ട്. അപ്പം ഞങ്ങളിപ്പോൾ DTPCയുടെ ചെയർമാനെ വിളിച്ചിരുന്നു. പുള്ളി ഉടനെ തന്നെ അതിന് വേണ്ട ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോളിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് 2 കൂട്ടരെ നമ്മൾ വിളിച്ച് അതിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സർ, എന്താ പരിശോധനയിൽ എന്താണ് കാണുന്നത്? മാലിന്യം അടിഞ്ഞു കൂടിയിട്ട് സൂക്ഷ്മ സസ്യങ്ങൾ കണ്ടമാനം പെരുകി. അതുകൊണ്ടാണ് പകൽ സമയത്ത് ഓക്സിജൻ കൂടുതലാണ്, രാത്രിയിൽ ഓക്സിജൻ കുറയുന്നുണ്ടാകും, അതാ മീൻ ചാകുന്നത്. പക്ഷേ അതിനേക്കാളുപരി ആ സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്ന ആ ഉയർന്ന pH ക്ഷാരത്വം, മത്സ്യത്തിന് അതിജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്ഷാരതയാണ്. അസിഡിറ്റി അല്ല. 9 മേള 9-10 എന്നൊക്കെ പറഞ്ഞാൽ ചില സൂക്ഷ്മജീവികളെ വളരുള്ളൂ. അത് മത്സ്യത്തിന് അപകടകാരിയാണ്. യെസ്, ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ ആണ് ചേരുന്നത്. ശരണ്യ, തീർച്ചയായും നിരവധിയായ ആളുകൾ എത്തുന്ന ഒരിടം, ആ ഇടത്ത് ആളുകളെ ആകർഷിക്കുന്ന തരത്തിലൊക്കെയുള്ള മേളകൾ സംഘടിപ്പിക്കുക, അതിലൊന്നും വലിയ കൗതുകമൊന്നുമില്ല. അത്തരത്തിൽ മേളകളൊക്കെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കാറുണ്ട്. പക്ഷേ അങ്ങനെ മേളകളെല്ലാം സംഘടിപ്പിക്കുമ്പോൾ അതിന് ഒട്ടേറെ അനുമതികൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിൻ്റെ അനുമതി വേണം, പരിസ്ഥിതി അനുമതി വേണം. ഇതൊക്കെ പ്രാദേശികമായാണ് നൽകുക എന്നത് നമുക്കറിയാം. പ്രാദേശിക ഭരണകൂടത്തിന് കീഴിലാണ് ഇതെല്ലാം വരുന്നത്. ഇത്രയധികം ആളുകൾ എത്തിച്ചേർന്ന് വലിയ തോതിൽ പണം സമ്പാദിച്ച് അതിനുശേഷം ആ മേള അവസാനിക്കുമ്പോൾ അത് പൂർണ്ണമായും അവിടെ നിന്ന് നീക്കം ചെയ്യുക, ഒപ്പം പഴയ നിലയിലേക്ക് ആ പ്രദേശത്തെ തിരികെ എത്തിക്കുക, ഇതും എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ടതാണല്ലോ. എന്താണ് ഇത്തരത്തിൽ ഒരു വീഴ്ച സംഭവിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു അപകടക്കെണിയും മാലിന്യ കൂമ്പാരവുമായി ഈ ഇടം മാറിയിട്ടും ആരുടെ ഭാഗത്തു നിന്നും ഒരു ശ്രദ്ധയും ഉണ്ടാകാത്തത്? അഭിലാഷ, ഇത് കഴിഞ്ഞ 2 മാസക്കാലമായി ആലപ്പുഴ ബീച്ചിൽ നടന്ന ഒരു കാർണിവലാണ്. അതായത് വണ്ടർഫോൾസ് എന്ന് പറഞ്ഞ സിയാൻ എന്നുള്ള ഷഹാന എന്നാണ് അതിൻ്റെ ലൈസൻസ് ഉടമയായി നഗരസഭാ രേഖകളിലുള്ളത്. പാലക്കാട് സ്വദേശിനിയായ ഷഹാനയുടെ അപേക്ഷയുടെ പുറത്ത് സിയാൻ കണക്റ്റിംഗ് ദ വേൾഡ് അർച്ചന കോളനി പാലക്കാട് അഡ്രസ്സിലാണ് ഇവിടെ ഒരു ലൈസൻസിയായി ആലപ്പുഴ നഗരസഭയെ ഈ വണ്ടർഫോൾസ് എന്ന ഈ നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ട ആ ഒരു കൃത്രിമ വെള്ളച്ചാട്ടം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടിട്ടുള്ള ഒരു പ്രദർശനം ഒരുക്കിയത്. അതിനോടൊപ്പം തന്നെ ഫുഡ് സ്റ്റോളുകളും ഒപ്പം പ്ലാസ്റ്റിക് കൊണ്ടുള്ള വിവിധ നിർമ്മിതികളും, അതായത് പൂക്കൾ നിർമ്മിക്കുന്ന വിവിധ ഒരു പൂക്കളുടെ ഒരു പാർക്ക്, അതോടൊപ്പം വിവിധ രീതിയിലുള്ള പക്ഷികളെ കൃത്രിമമായി നിർമ്മിച്ച രൂപങ്ങൾ, അങ്ങനെ പല സംവിധാനങ്ങൾ ഒരുക്കിയായിരുന്നു ഇങ്ങനെ ഒരു മേള സംഘടിപ്പിച്ചത്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവധിക്കാലങ്ങളിൽ ഇത്തരത്തിലുള്ള മേളകൾ പ്രത്യേകിച്ച് ഇടങ്ങളിൽ വരുന്നതൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്
തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ഒരു പാർക്കിൽ നടന്നൊരു അപകടം നമ്മൾ കണ്ടതാണ്. ആലപ്പുഴ ബീച്ചിലേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴ ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ റഫായ സീ ആണ്. അതോടൊപ്പം തന്നെ അവിടെ ഇത്തരത്തിലുള്ള അനുമതികൾക്ക്, അതായത് കടലിലേക്ക് ഇറങ്ങിയുള്ള അനുമതികൾ തന്നെ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അവിടുത്തെ ഒരു സീയുടെ പ്രത്യേകത തന്നെയാണ്. മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ കൂടിയുള്ളൊരു സ്ഥലം കൂടിയാണ്. ശക്തമായ കാറ്റുണ്ടാകും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും 2 മാസത്തിന് മേളിലായി ഒരു ടിക്കറ്റിന് 150 രൂപയിൽ താഴെ നിരക്കിൽ ലക്ഷങ്ങളാണ് ഈ പ്രദർശനം കാണാൻ വന്നു പോയത് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒരു വരുമാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കോടികൾ ലാഭം കൊയ്ത ഒരു പ്രദർശനമായിരുന്നു ആലപ്പുഴയിൽ നടന്നത് എന്നുള്ളതാണ്. എന്നാൽ ആ പ്രദർശനത്തിന് ശേഷം ആ ഭൂമി എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുരന്തപൂർണമായ കാഴ്ച. അതിൽ തന്നെ നമ്മൾ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആ പ്രദർശനത്തിന്റെ മറവിൽ നടന്ന പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന വിഷയങ്ങളെയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഭൂമി, അതായത് ഈ നിർമ്മാണങ്ങൾ നിൽക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ആലപ്പുഴ പോർട്ടിന്റെ അധീനതയിലുള്ള ഭൂമിയാണ്. ഇതിന് വിനോദ നികുതി അടയ്ക്കേണ്ടത് ആലപ്പുഴ നഗരസഭയ്ക്കാണ്. ഒപ്പം ഇവിടെ ഇത്രയും വലിയൊരു നിർമ്മിതിക്ക് അനുമതി നൽകണമെങ്കിൽ അതിൽ CRZന്റെ അനുമതി ആവശ്യം വരും. കാരണം ടെമ്പററി സ്ട്രക്ചർ ആണെങ്കിൽ പോലും ഇത്രയും ഉയരത്തിലുള്ള ഒരു നിർമ്മിതിയിലേക്ക് പോകുന്നു. ആ നിൽക്കുന്ന, അതായത് നമ്മൾ കാണിച്ച ആ വാട്ടർഫോൾസ് അടക്കമുള്ള ആ വലിയ ഭിത്തി, 2 ഭാഗത്തായി മീറ്ററുകൾ ഉയരത്തിലുള്ള ആ ഭിത്തി നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത്, ഇതിനു മുൻപ് ആലപ്പുഴയിൽ ഒരു പെൺകുട്ടി, മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി, അവര് ആലപ്പുഴ ബീച്ചിൽ വന്നവർ മഴയെ തുടർന്ന് കയറി നിന്ന ആ സ്ഥലത്ത് ഒരു കടമറിഞ്ഞ ഒരു പെൺകുട്ടി ദാരുണമായി കൊല്ലപ്പെട്ട ഒരു സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ ഇത്രയും ഹൈറ്റിലുള്ള നിർമ്മിതി. അത് അവിടുത്തെ ടെമ്പററി സ്ട്രക്ചറായി ഒരുക്കിയിരിക്കുന്ന കടയുടെ മേൽക്കൂര വീണാണ് ഒരു പെൺകുട്ടി, ഒരു യുവതിയുടെ ജീവൻ പൊലിയുകയും അതോടൊപ്പം തന്നെ ഒരു ചെറുപ്പക്കാരന്റെ നട്ടെല്ല് തളർന്നുപോയി. ഇപ്പോൾ നട്ടെല്ല് തളർന്ന അവസ്ഥയിൽ ജീവശവമായി കിടക്കേണ്ട സാഹചര്യം വരികയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്ര കണ്ട് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഹൈ ടൈഡ് ലൈൻ, അതായത് ഇവര് CRZ നമ്മൾ പറയുകയാണെങ്കിൽ CRZന്റെ തൊട്ടടുത്ത്, അതായത് CRZ എന്ന് പറയാൻ അതിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള സ്ഥലത്ത് ഹൈ ടൈഡ് ലൈനിലാണ് ഇങ്ങനെ ഒരു നിർമ്മിതി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിനാരനുമതി കൊടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പോർട്ടിന്റെ അധീനതയിൽ, പോർട്ടാണ് ആ ഭൂമിയുടെ അവകാശി, തങ്ങളുടെ അധീനതയിൽ നടന്ന ആ ഒരു അനുമതി കൊടുക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു ആ നിർമ്മാണം എന്ന് തൊട്ടടുത്തുള്ള പോർട്ട് ഓഫീസിലുള്ള ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടതായി നിൽക്കുന്നു. ഇനിയാണ് അതിന്റെ മറ്റ് വശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. അതായത് ഇരുമ്പ് സ്ട്രക്ചറുകൾ ഉയർത്തിയിരിക്കുന്ന ഈ ഫ്രെയിം, ഇത്രയും വലിയ ഒരു വാൾ പോലുള്ള ഭാഗത്തു കൂടി മുകളിലേക്ക് മീറ്ററുകൾ പൊക്കത്തിൽ വെള്ളം കയറ്റി ആ വെള്ളം താഴത്തേക്ക് ഇറക്കി അവിടെ ഒരു കൃത്രിമ വെള്ളച്ചാട്ടം പോലെ നിർമ്മിച്ചായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അവിടെ ആ സ്ഥലത്ത്, അതായത് ഒരു കാരണവശാലും ഭൂഗർഭ ജലത്തിന് അനുമതിയില്ലാത്ത സ്ഥലത്ത് കുഴൽക്കിണറുകൾ സ്ഥാപിച്ചാണ് ഈ വെള്ളം എടുത്തത് എന്നുള്ളതാണ്. അതായത് ഈ കുഴൽക്കിണറുകൾ ഈ ഹൈറ്റൈഡ് ലൈനിൽ കുഴിച്ചാണ് ഇവര് വെള്ളം എടുത്തിരിക്കുന്നത്. അതിനുള്ള ദൃശ്യങ്ങൾ സഹിതം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുഴൽക്കിണർ അടുത്തായി വിവിധ ശുചിമുറികൾ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ടോയ്ലറ്റ് സമുച്ചയങ്ങളെല്ലാം, ഈ ടോയ്ലറ്റ് നൽകേണ്ടടുത്ത് അവർ നൽകിയിരിക്കുന്നത് ആലപ്പുഴ ബീച്ചിൽ എത്രയധികം ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചാണ്. ആ ബീച്ചിലാണ് ഇവരെ സെപ്റ്റിക് ടാങ്കുകൾ ഇറക്കി, അതും ഒട്ടും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ ഈ ഹൈറ്റൈഡ് ലൈനുള്ള ഈ കടലിനോട് മീറ്ററുകൾ മാത്രം, അതായത് വെള്ളത്തോട് മീറ്ററുകൾ മാത്രം വ്യത്യാസമുള്ള ആ ഭൂമിയിലാണ് അവര് സെപ്റ്റിക് ടാങ്കുകൾ വിവിധ ഇടങ്ങളിലായി കുഴിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗൗരവം. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പോയിരുന്ന് മണ്ണ് വാരി കളിക്കുന്ന ആ മനോഹരമായ തീരത്തിലാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഉള്ള നിർമ്മാണം നടത്തിയത് എന്നുള്ളതാണ്. 2 മാസക്കാലം ഈ പ്രവർത്തനം അവിടെ തുടർന്നു എന്ന് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു മാലിന്യത്തിൻ്റെ അളവ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ ഹൈറ്റൈഡ് ലൈനിൽ ഇറക്കിയിരിക്കുന്ന ആ സെപ്റ്റിക് ടാങ്കുകൾ അവിടെ ഇറക്കി അതിലേക്ക് ഈ കക്കൂസ് മാലിന്യം ഇവർ തള്ളി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടർ, ഒപ്പം തന്നെ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം എത്തി, ഗവേഷകർ നമ്മളോടൊപ്പം എത്തി. അവർ പറഞ്ഞത് ഒരു കാരണവശാലും തീരത്ത് ഇങ്ങനെയുള്ള നിർമ്മിതികൾ പാടില്ല. അത് CRZ നിയമപ്രകാരവും അത് പാടില്ല. ഒപ്പം തന്നെ ഭൂഗർഭ ജല വകുപ്പിന്റെ നിയമങ്ങൾ പ്രകാരവും ഇങ്ങനെയുള്ള നിർമ്മാണങ്ങൾ പേരിട്ടിരിക്കുന്നു. അതിനുശേഷം കൃത്യമായി അതൊരു സെപ്റ്റിക് ടാങ്കിലേക്ക് മാലിന്യം പോകുന്നു. ആ ടാങ്ക് അവിടെ നിന്ന് നീക്കം പോലും ചെയ്തിട്ടില്ല. അപ്പോൾ
ഈ കാർണിവലിനെല്ലാം പെർമിഷൻ നൽകുക മാത്രമല്ല, ഈ പറയുന്ന പോലെ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ ഇത് പ്രവർത്തിച്ചത് എന്നൊക്കെ നിരീക്ഷിക്കാനുള്ള ഉദ്യോഗസ്ഥരും ഭരണകൂടവും ഒക്കെയാണല്ലോ അവിടെയുള്ളത്. അപ്പോൾ അവരൊന്നും ഇത് അന്വേഷിച്ചിട്ടില്ല. അതല്ല എങ്കിൽ അന്വേഷിച്ചാലും അവർ കണ്ടില്ല എന്ന് നടിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ടാകാം, അതെന്തുമായിക്കൊള്ളട്ടെ, അത് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. പക്ഷേ ഗുരുതരമായ വീഴ്ച ഉദ്യോഗസ്ഥ തലത്തിലും ഭരണകൂട തലത്തിലും സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയല്ലേ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. അതായത് 2 മാസക്കാലം ഇവരുടെ എല്ലാവരുടെയും മൂക്കിൻ തുമ്പിലാണ്. നഗരസഭയാണ് വിനോദ നികുതി വാങ്ങിയത്. പോർട്ട് ഇതിനും ഈ കാർണിവൽ നടത്തുന്നതിനായി പണം അവർക്കും അടച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുണ്ട്. ഉദ്യോഗസ്ഥർ തൊട്ട് 2-3 കിലോമീറ്റർ വ്യത്യാസത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭയിൽ ആരോഗ്യ ഹെൽത്ത് വിഭാഗങ്ങളുണ്ട്. അവരൊക്കെ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പല തവണ തർക്കങ്ങൾ നഗരസഭയുമായി ബന്ധപ്പെട്ട് വിനോദ നികുതി അടക്കുന്നതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ അടക്കം പിടിച്ചൊരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു നിർമ്മിതി തങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് ആ നിർമ്മിതി കാണുന്നത്. 4 ലക്ഷം രൂപ അവര് കെട്ടിവെച്ചിട്ടുണ്ട്. ആ കെട്ടിവെച്ച തുകയിൽ നിന്ന് ഇത് ക്ലീൻ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഈ പാരിസ്ഥിതിക ആഘാതം എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആലപ്പുഴയിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്ന ഭൂമിയിൽ തന്നെ പലതവണ തീരത്തേക്ക് കടൽ കയറിയിറങ്ങി, തിരമാലകൾ കയറിയിറങ്ങി പോകുന്നു. ഓരോ പ്രാവശ്യവും പോകുമ്പോഴും ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെ നിർമ്മിച്ച നിരവധി പൂക്കൾ, പ്ലാസ്റ്റിക് ഷീറ്റുകൾ, ഒപ്പം തന്നെ ജൈവ മാലിന്യങ്ങൾ, കക്കൂസ് ടാങ്കുകൾ, അതോടൊപ്പം തന്നെ അതിന്റെ ഈ ഒരു ബീച്ചിലെ ഈ ഭാഗം, അതായത് ഈ വണ്ടർഫോൾസ് എന്ന് പറഞ്ഞ ഈ സിയാൻ എന്ന കമ്പനി ഒരുക്കിയിട്ടുള്ള ആ ഭാഗം മുഴുവൻ ടൈലിട്ടാണ് അവര് ആ ഭാഗത്ത്. ഇതൊക്കെ ആരുടെ അനുമതിയിലാണ്? ഇതൊന്നും തൊട്ടടുത്താണ് പോർട്ട് ഓഫീസ്. അവർ കണ്ടിട്ടില്ലേ എന്നുള്ള ചോദ്യം വലിയ കാര്യമായി, ഏറ്റവും പ്രസക്തമായി വരേണ്ട, ആദ്യം നടന്നിറങ്ങിയാൽ കാണാവുന്നിടത്ത് ഈ സംഭവിച്ച ഇത്രയധികം നിയമലംഘനങ്ങൾ കണ്ടിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ്. അതിനകത്ത് ഇനി എന്ത് തുടർ നടപടി അവർ സ്വീകരിച്ചു എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. ഇതിൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതൊരു കോക്കസ് ഉണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല. ഈ പാലക്കാട് സ്വദേശിയായ സിയാൻ എന്ന ഈ കമ്പനി, ഒപ്പം തന്നെ ഈ ഷഫന എന്ന സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള സിയാൻ എന്ന കമ്പനി ഒരു പേരിനുള്ള ഒരു ലൈസൻസി മാത്രമാണെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. മറിച്ച് ആലപ്പുഴയിലെ ഒരു സംഘം LDF UDF കൗൺസിലർമാരുടെ ഒരു സംഘത്തിന്റെ ഇടപെടലിലാണ്, അവരാണ് ഇതിലെ ഇടനില നിന്ന് ഏറ്റവും അധികം പണം തട്ടിയവർ എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമായി വരുന്നു. എന്നാൽ അങ്ങനെ, അതായത് ഇത് ഇപ്പോൾ നഗരസഭ സീൽ ചെയ്ത ടിക്കറ്റുകളാണ് ഈ പ്രദർശനത്തിന് നൽകി വന്നിരുന്നത്. ആ ടിക്കറ്റുകൾ പോലും കൃത്രിമ സീലുകൾ ഉണ്ടാക്കി ഒരു ദിവസം 45 ലക്ഷം രൂപയുടെ കച്ചവടം വരെ, ടിക്കറ്റുകൾ വരെ വിറ്റുപോയ ദിവസമുണ്ട്. പക്ഷേ തുച്ഛമായ വിനോദ നികുതി അടച്ച് ഇത്തരത്തിൽ വലിയ നഷ്ടം സഹിച്ച ആലപ്പുഴ നഗരസഭ എന്തിന് ഇങ്ങനെ ഒരു പ്രദർശനത്തിന് അനുമതി നൽകി എന്നുള്ളതാണ്. തീർച്ചയായും പ്രദർശനങ്ങൾ വരണം, വ്യവസായങ്ങൾ വരണം, എല്ലാം വരണം. പക്ഷേ ഒരു ഗുരുതര പാരിസ്ഥിതികാഘാതം ഉണ്ടാക്കി ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോകേണ്ടതാണോ ഈ ഭൂമി എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പേരിനൊരു 4 പേരെ നിർത്തി അവർക്ക് ഇത്രയും വലിയ ഭൂമി എത്ര നാൾക്കുള്ളിൽ വൃത്തിയാക്കി കഴിയാം? ഓരോ പ്രാവശ്യവും തീരത്തേക്ക് കയറുന്ന ഘട്ടത്തിലൊക്കെ ഈ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ച് അകത്തേക്ക് കടലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവരുടെ ഇതിന് പിന്നിലുള്ള ഗൂഢസംഘത്തിന്റെ നീക്കം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും കൊണ്ടുപോയി അടുത്ത ഓഗസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഓണമാണ്, അപ്പോഴും വലിയ ചെലവൊന്നുമില്ലാതെ ഇത് അവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഗുരുതരമായ ഒരു അപകടം എന്ന് പറയുന്നത്, ഈ വന്നു പോയ ആളുകൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വലിയ വെള്ളച്ചാട്ടം ഉപയോഗിച്ച് അവിടെ ഒരു കുട്ടികളും സ്ത്രീകളും എല്ലാവരും വന്ന് നിന്ന് കുളിച്ച ആ സ്ഥലത്ത് തൊട്ടടുത്ത് കക്കൂസ് മാലിന്യത്തിന്റെ ടാങ്ക് ഇറക്കി താഴത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് ബോർവെല്ല് കുഴിച്ച് വെള്ളം മുകളിലേക്ക് അടിച്ചു കയറ്റിയത് എന്നുള്ളതാണ്. അപ്പോൾ ആ വെള്ളത്തിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഡോക്ടർ പത്മകുമാർ ഉൾപ്പെടെ നമ്മളോട് പറയുന്നത്. അത് ചൊരി മണൽ പോലത്തെ മണ്ണാണ് അവിടെ കിടക്കുന്നത്. ആ മണലിലേക്ക് ഈ മാലിന്യം ഇറങ്ങിയാണ്. അടിവശം, ടാങ്കിന്റെ അടിവശം മറ്റു സംവിധാനങ്ങളൊന്നുമില്ല, വെറുതെ ടാങ്ക് ഇറക്കി മണ്ണിലേക്ക് ഇത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ മണ്ണിലേക്ക് ഇറങ്ങുന്ന കക്കൂസ് മാലിന്യം അത് മൊത്തത്തിൽ ആ ഭാഗത്ത് മുഴുവൻ പടരും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വന്നു പോയവരുടെ ദേഹത്തേക്ക് ഒഴിച്ച വെള്ളം വരെ എന്താണെന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള വാട്ടർ തീം പാർക്കുകൾ ബേസ് ചെയ്ത് അത്തരം പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇത്രയധികം ആളുകൾ വന്ന്, ആലപ്പുഴ ബീച്ചിലെ തിരക്കിന്റെ ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത്രയധികം ആളുകൾ വന്നു പോയൊരു സ്ഥലത്ത്
എല്ലാ ദിവസവും ആ വാട്ടർ അത് പ്യൂരിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഗുണനിലവാരം പരിശോധിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് പരിശോധിക്കേണ്ട വിവിധ ഏജൻസികൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകി വേണം ഇത്രയും അധികം ആളുകളുടെ ഇടയിലേക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ. പക്ഷേ യാതൊരുവിധ പരിശോധനയും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തോന്നിയവാസം എല്ലാം ചെയ്തു. അവസാനം ലക്ഷങ്ങൾ എന്നല്ല കോടികൾ സമ്പാദിച്ച ശേഷം ഇത്ര മോശമായ സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കി പോയിരിക്കുന്നു. അതിൽ തന്നെ ഈ കമ്പനി ഉടമകൾ പറയുന്നത് ആലപ്പുഴയിലെ നേരത്തെ പറഞ്ഞ ഒരു വിഭാഗവുമായുള്ള തർക്കത്തെ തുടർന്ന് ഇവിടെ നിന്ന് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആലപ്പുഴ നഗരത്തിലെ ഒരുപറ്റം ആളുകൾ ഒരു സംഘത്തിന്റെ അധീനതയിലായിരുന്നു ഈ കാര്യങ്ങൾ നടന്നത് എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നുണ്ട്. അതിനുമപ്പുറം ചോദിക്കാനുള്ളത് പോർട്ടിനോടും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ഉള്ള മുൻ നഗരസഭയൊക്കെയാണ് എന്ത് നടപടികൾ 4 ലക്ഷം രൂപയ്ക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണോ ഈ സെപ്റ്റിക് മാലിന്യങ്ങൾ അടക്കം ഭൂമിക്കടിയിലേക്കും കടലിലേക്കും ഒഴിക്കുക എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. ആരുടെ ഭൂഗർഭജല വകുപ്പും ഇതിനകത്ത് നടപടിയെടുക്കേണ്ടതുണ്ട്. കാരണം അവിടെ ഈ കുഴൽ കിണറുകൾ ഒരു കാരണവശാലും സ്ഥാപിക്കാൻ പാടില്ലാത്ത CRZ മേഖലയിൽ തന്നെ ഇത് പറ്റില്ല. അതിനപ്പുറം ഇത് കടലിൽ നിന്ന് മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ ഹൈറ്റൈഡ് ലൈനിലാണ് ഇത്തരത്തിൽ ഒരു കുഴൽക്കിണറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇത്രയും വലിയൊരു സ്ട്രക്ചർ ഇപ്പോഴും എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം ആളുകൾ നമുക്കറിയാമല്ലോ, ഇത്തരം പേരിനു വേണ്ടിയാകാം ഒരു ലൈസൻസി എന്ന് പറയുമ്പോൾ പോലും ഇങ്ങനെയൊക്കെ കാർണിവൽ നടത്തുവാൻ ശേഷിയുള്ളവർ അവർ സ്വാഭാവികമായും പക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒക്കെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവരാണ്. ഇതിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇതൊരു ഭരണ പ്രതിപക്ഷ ലോബി ആണോ ഇതിന് പിന്നിൽ ഉള്ളത് എന്ന്. അപ്പോൾ സ്വാഭാവികമായും അന്വേഷണമൊക്കെ നടക്കണമെങ്കിൽ സാധാരണ നിലയിൽ ഇത്തരം വിഷയങ്ങളിൽ പ്രതിപക്ഷമാണ് ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതല്ല അഴിമതിയാണ് ഇതിൽ നടന്നിട്ടുള്ളത് എങ്കിലോ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എങ്കിലോ ഒക്കെ വിമർശനം ഉന്നയിക്കുക. ഇതിപ്പോൾ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ പരാതികളൊന്നുമില്ല എന്നതാണോ അവിടുത്തെ സാഹചര്യം? ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞത് കർശന നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ അത് എന്ത് നടപടി എങ്ങനെ സ്വീകരിക്കും, അത് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷമാണോ അത്തരമൊരു നടപടി സ്വീകരിക്കേണ്ടത് എന്നുള്ള ചോദ്യം ഉയർന്നിൽക്കുന്നു. ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ശുചിത്വ നഗരത്തിന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അവാർഡുകൾ കിട്ടിയ ഒരു പട്ടണമാണ് ആലപ്പുഴ പട്ടണം. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഭിലാഷ് നമ്മൾ 2 വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി. അതിൽ ഒന്ന് തൊട്ടടുത്തുള്ള ഈ ബീച്ചിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും അനധികൃത നിർമ്മാണങ്ങളുമാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ DTPCയുടെ ഒരു കനാൽ ഭാഗം കുട്ടികൾക്ക് ഉൾപ്പെടെ വരുന്ന ഒരു വാട്ടർ റൈഡുകൾ നടത്തുന്ന ഒരു ഭാഗമാണ്. അവിടെയാണ് കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തുപൊന്തിയത് എന്നുള്ളതാണ്. എന്ത് നടപടി, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ കായൽ ഗവേഷണ ജലവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് സാമ്പിളുകൾ ശേഖരിച്ച് ഈ വെള്ളം ഒരു കാരണവശാലും അന്ന് തന്നെ നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞു കുട്ടികളെ കൊണ്ട് ഒരു കാരണവശാലും ഇത് ടച്ച് ചെയ്യിപ്പിക്കരുത്. അതായത് പെഡസ്റ്റൽ ബോട്ടുകൾ ഉൾപ്പെടെ ആ കനാൽ ഭാഗത്തിട്ട് ചവിട്ടുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് അടിയന്തര ശുചീകരണം, അതായത് ജൈവ മാലിന്യങ്ങൾ അടിഞ്ഞ് ആ ജൈവ മാലിന്യങ്ങൾ ഏകകോശ പരാത ജീവികളുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിശ്ചിത തുക ടിക്കറ്റ് വെച്ച് ഇവർ ചെയ്യുമ്പോൾ ബീച്ചിന് തൊട്ടടുത്തുള്ള അടുത്ത പാർക്കിലും സാഹചര്യം ഇതാണെന്ന് പറയുമ്പോഴാണ് ഇത് എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള ചോദ്യത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർക്കിൽ ഇത്തരത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പോ അത് അടച്ചു പൂട്ടിയിട്ട് അതിന്റെ ക്ലീനിങ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ അന്ന് വ്യക്തമാക്കിയിരുന്നു. അതിലെന്ത് തുടർ നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കൗൺസിലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ വിഷയം ആലപ്പുഴ നഗരസഭയുടെ ഇവരെ ടാക്സ് വെട്ടിപ്പ് നടത്തി എന്നുള്ള, അതായത് ടാക്സ് ടിക്കറ്റുകൾ പിടിച്ചെടുത്തിരുന്നു. ആലപ്പുഴ നഗരസഭ ഈ ഇവരെ ദൈനംദിനം എടുക്കുന്ന ടിക്കറ്റിന്റെ 10% ചാർജ് നികുതിയായി വിനോദ നികുതിയായി ആലപ്പുഴ നഗരസഭയൊക്കെ അടയ്ക്കണമായിരുന്നു. എന്നാൽ ഒരു ദിവസം 45 ലക്ഷം രൂപയുടെ ടിക്കറ്റുകൾ വരെ വിറ്റുപോയിട്ടുള്ള ഇവർ തുച്ഛമായ തുകയാണ് ആലപ്പുഴ നഗരസഭയ്ക്ക് അടച്ചത്. പിന്നീട് ആലപ്പുഴ നഗരസഭ റെയ്ഡ് ചെയ്ത് അവിടെ നിന്ന് ടിക്കറ്റുകൾ, അതായത് അനധികൃതമായി സീൽ ചെയ്യാത്ത ടിക്കറ്റുകളും വ്യാജ സീലുകൾ ഉപയോഗിച്ചുള്ള ടിക്കറ്റുകളും വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അങ്ങനെ നടത്തി എന്ന് കണ്ടെത്തിയ ഇടത്ത് മറ്റ് ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് നഗരസഭ പോയിട്ടില്ല. അതിനോടൊപ്പം തന്നെ ഇവർക്ക് എക്സ്റ്റെൻഡ് ചെയ്തു നൽകി. അതായത് ഇത്രയധികം നിയമലംഘനങ്ങൾ നടത്തിയ ആ
സ്ഥാപനത്തിന് വീണ്ടും തുടർന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇതിനകത്ത് പല കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള ചോദ്യങ്ങളിലേക്ക് കാര്യങ്ങൾ വരുന്നത്. ഈ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ നിർമ്മിതി അവിടുന്ന് പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ്. കാരണം ഇത് ഇരുമ്പ് സ്ട്രക്ചറിലാണ് ഇത് ഇത്തരത്തിൽ വലിയ നിർമ്മിതി മുകളിലേക്ക് പോയിരിക്കുന്നത്. അത് കടൽ മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പോലും നല്ല കാറ്റുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ തീരത്തേക്ക് കടൽ കയറി തുടങ്ങുന്ന സമയത്ത് ജൂൺ ജൂലൈ അറിയാമല്ലോ, കാലവർഷം വളരെ മോശമാകുന്ന സമയമാണ്, കടൽക്ഷോഭം വളരെ രൂക്ഷമാകുന്ന സമയമാണ്. ആ സമയത്ത് ഈ സ്ട്രക്ചർ അവിടെ നിൽക്കുന്നത് അവിടെ വന്നു പോകുന്ന കുഞ്ഞു കുട്ടികളടക്കമുള്ള മുഴുവൻ പേർക്കും അപകടമാണ് എന്നുള്ളതാണ്. പാരിസ്ഥിതിക ആഘാതത്തിന് അപ്പുറത്തേക്ക് വലിയ മറ്റു ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യത, അല്ലെങ്കിൽ ദുരന്തങ്ങളെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ഈ സ്ട്രക്ചർ അവിടെ നിർത്തിപ്പോരുന്നത് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെയാണ് അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 1.5-2 മീറ്റർ താഴ്ചയിൽ ഈ വെള്ളക്കെട്ടിനോട്, അതായത് ഈ വോളിനോട് ചേർന്ന് ഒരു വെള്ളക്കെട്ട് 2 സൈഡിലുമായി ഉണ്ട്. അത് തുറന്നുൾപ്പെടെ കിടക്കണം. അപ്പോൾ നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ ഇതിനെ തടയാനോ അല്ലെങ്കിൽ ഇത് നോക്കാനോ ഒരു സെക്യൂരിറ്റി സംവിധാനം പോലും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വരുന്നിടത്ത്, രാത്രിയിൽ പലരും വരുന്നിടത്ത്, മതിയായ വെളിച്ചമില്ലാത്തടത്ത് അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ദുരന്തം വന്നു കഴിഞ്ഞ് എല്ലാവരും അതിനെ അപലപിച്ചിട്ട് കാര്യമില്ല. കൺമുന്നിലാണ് ഈ വിഷയങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അതിനകത്ത് മറ്റ് അടിയന്തരമായ നടപടികളിലേക്ക് പോകുന്നില്ല. കൗൺസിലിൽ, ആലപ്പുഴ നഗരസഭാ കൗൺസിലിൽ ഈ തൊട്ടടുത്തുള്ള ബീച്ച് വാർഡിൽ നിന്നുള്ള കൗൺസിലറായ TR രാജേഷ്, നമ്മളോട് നേരത്തെ സംസാരിച്ച TR രാജേഷ് ഈ വിഷയത്തെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിനകത്ത് നടന്നിട്ടുള്ള അഴിമതി ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. തൊട്ട് ഇപ്പുറത്തുള്ള വാർഡ് കൗൺസിലറായ നൌഫൽ അടക്കമുള്ള ആളുകളും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളും ഇതിന്റെ ഗുരുതരമായ സാഹചര്യം മനസ്സിലാക്കി എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവായിട്ടുള്ള VG വിഷ്ണു ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഉന്നയിക്കുമ്പോഴും ഇതിനകത്ത് ഈ അനധികൃത നിർമ്മാണങ്ങൾക്ക് ആരാണ് മറുപടി പറയേണ്ടത്? അതെങ്ങനെ അവർക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞു? അതിനകത്ത് എന്ത് നിയമാനുസൃതമായ നടപടി കൈക്കൊണ്ടു എന്നുള്ള ചോദ്യം ഇവരെല്ലാവരും തന്നെ ഉത്തരം പറയേണ്ടതാണ്. അതിന് ഇതിനകത്ത് മറ്റ് രീതിയിൽ അതിനെ വളരെ നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുമ്പോൾ ആ അനുമതിക്ക് അനുസരിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആണോ അവിടെ നടന്നിട്ടുള്ളത്? നിർമ്മാണം പൂർത്തിയാക്കി ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ അത് പൊളിച്ചു നീക്കേണ്ടതില്ലേ? ഒപ്പം അവിടെ കക്കൂസ് ടാങ്കുകൾ അടക്കം നിർമ്മിച്ചത് കൃത്യമായ പരിശോധനകളും അനുമതിയും വാങ്ങിയിട്ടാണോ? ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിയിടാൻ സാധ്യതയുള്ള ഒരു പശ്ചാത്തലം. അവിടെ ഇത് ഇപ്പോൾ തന്നെ മീനുകൾ ചത്തുപൊന്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഇടമാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ആപത്തുണ്ടായതിനു ശേഷം പിന്നീട് അതിൽ അപലപിക്കുന്നതിനേക്കാൾ അതിന് തടയിടുക എന്നത് ഭരണകൂടത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ നഗരസഭയുടെ ശ്രദ്ധയിലേക്ക് തന്നെയാണ് ഈ വാർത്ത ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.